ഹലോ കൂട്ടുകാരെ, ഇത് ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് നഴ്സറിയിൽ നിന്ന് മേടിച്ചാണ്. അപ്പോൾ ഞങ്ങളോർത്ത് വലിയ ബനാന പോലെ മുഴുത്തയക്കുന്നു. പക്ഷേ മറ്റേ സപ്പോട്ടയേക്കാൾ ഇച്ചിരിയുടെ നീളമുണ്ട്. അത് ബനാന സപ്പോട്ടയാണെന്ന് തോന്നുന്നു. അത് ഇപ്പോൾ ഇങ്ങനെയാണ്, ബനാന സപ്പോട്ടയാണ് ഇത്. പിന്നെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ബനാന സപ്പോട്ട തന്നെയാണ്. ഞങ്ങളോർത്ത് കളപ്പ് പറ്റിയതാണ്. ചിക്കുന്നും പറയുന്നു. ഇത് ജ്യൂസ് അടിച്ച് കഴിക്കാനും നല്ലതാണ്. കണ്ടോ, ഇഷ്ടംപോലെ കായ്കളുണ്ടാവും. വേറെ ഒരെണ്ണം ഇവിടെ ഉണ്ട്, ഉരുണ്ടിരിക്കുക. അതിൽ കേടായി അന്നേരം ഇല്ലേ, കമ്പ് മുറിച്ച് കളയണം. കമ്പയിലെങ്ങാനും കേടായെങ്കിൽ പൂപ്പല വല്ലം വന്നാൽ എന്നിട്ട് ബോർഡോ മിശ്രിതം പുരട്ടണേ. ബോർഡോ മിശ്രിതം ഞങ്ങൾക്ക് വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കേടായി. ഞങ്ങൾ കമ്പ് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ബോർഡോ മിശ്രിതം പുരട്ടി വെച്ചേക്കുവാണ്. കണ്ടോ എന്തുമാത്രം കായാന്ന് നോക്കി. സപ്പോട്ടയ്ക്ക് ലിക്വിഡ് വളം കൊടുത്താലല്ലേ അത് താഴേക്ക് പൊക്കോളും. അല്ലെങ്കിൽ ഇല്ലേ, നിലത്ത് നട്ടേക്കുവാണെങ്കിൽ കുഴപ്പമില്ല. ഇത് നമ്മൾ എയർപോർട്ടിലൊക്കെ നട്ടാൽ, ചട്ടിയിലൊക്കെ നട്ടാലില്ലേ, അത് ലിക്വിഡ് വളം കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് താഴേക്ക് പൊക്കോളും. ഫിഷ് ആസിഡൊക്കെ ഞങ്ങൾ സ്പ്രേ ചെയ്യും. ഫിഷ് സ്പ്രേ ചെയ്യുന്നത് നല്ലതാണ്. പൊഴിയാതിരുന്നോളൂ. ഫിഷ് സ്പ്രേ ചെയ്താലേ നല്ലപോലെ വെള്ളം കൊടുക്കണം. കമ്പ് മുറിച്ച് കൊടുത്താൽ നല്ലപോലെ ധാരാളം പഴങ്ങളുണ്ടാകും, സപ്പോർട്ട ഉണ്ടാകും. നെറ്റിട്ടാലില്ലേ പക്ഷികളൊക്കെ കൊത്താതിരുന്നോളും. അല്ലെങ്കിൽ കിളികളെല്ലാം വന്ന് കൊത്തും പഴുക്കാറാകുമ്പോഴേ. കേട് വരുമ്പോഴേ കമ്പ് മുറിക്കണം. എന്നിട്ട് ബോർഡോ മിശ്രിതം പുരട്ടുക. വളം മിക്സായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക് ഇവ കൂടി മിക്സ് ചെയ്തിട്ടാൽ മതി. ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഇത്. ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ ഇത് കൂടുതൽ കായ്ക്കുന്ന കാണാം. എല്ലാ മാസവും കായ്ക്കുക. എന്നാലും പക്ഷേ ഞങ്ങൾ നോക്കിയിട്ട് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസത്തിൽ നല്ലപോലെ കൂടുതൽ കായ്ക്കുന്നു. കേട്ടോ സപ്പോട്ട, ഇത് ബനാന സപ്പോട്ട എന്ന് പറഞ്ഞ് മേടിച്ച നിറയെ ഉണ്ടാകുന്നുണ്ട്. കേട്ടോ, കൂടി നിന്നുണ്ടായിക്കോളും. നല്ല മധുരമായിരുന്നു കേട്ടോ. എയർപോർട്ടിലാണ് നട്ടേക്കുന്നത്. ഇച്ചിരി നീളമുള്ളതുണ്ടായിരിക്കും ബനാന സപ്പോട്ട എന്ന് പറയുന്നത്. ചിക്കുവേ, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. കേടായിട്ട് മുറിച്ച് കളഞ്ഞു. കണ്ടോ, എന്നിട്ട് ബോർഡോ മിശ്രിതം പരട്ടിയേക്കുന്നുണ്ടോ. അല്ലെങ്കിൽ മറ്റു ചെടികൾക്കൂടെ പകർന്നാലോ എന്നിട്ട് വേറെ 2 സപ്പോർട്ടയുണ്ട്. ഇനി ഇതിനോട് പടർന്നാലോ എന്ന് ഓർത്താം. ഇതിന് മധുരം കൂടുതലുണ്ട് കേട്ടോ ബനാന സപ്പോട്ടയ്ക്ക്. കമ്പ് മുറിച്ച് കളഞ്ഞു. ഇത് ഉരുണ്ടിരിക്കുക ഈ സപ്പോട്ടയെ. അതിൻ്റെ കമ്പ് മുറിച്ച് കളഞ്ഞു. തളിർത്ത് വരുന്നുണ്ട്. എന്നിട്ട് കേട് കുറഞ്ഞു. ഇത് എയർപോർട്ടിൽ നട്ടേക്കുന്നു. മറ്റേ നിലത്താണ് നട്ടേക്കുന്നത്. എല്ലുപൊടിയും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും കടലപ്പിണ്ണാക്കും എല്ലാവരും മിക്സ് ചെയ്തിട്ടേക്കും ചോട്ടില്ലേ. എന്നിട്ട് നല്ലപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കും രാവിലെയും വൈകിട്ടും. കണ്ടോ, നമുക്ക് കൈ കൊണ്ട് പറിക്കുകയും ചെയ്ത്. നല്ല രസമല്ല ഇങ്ങനെ ഇരിക്കുന്ന. ഒരു വീട്ടിൽ എല്ലാ വീട്ടിലും സപ്പോർട്ട വേണം. അതായത് എല്ലാ മാസവും കായ്ക്കുമല്ലോ. 365 ദിവസവും കായ് ഫലം തരും. പിള്ളേർക്കൊക്കെ ഇത് കൊടുക്കാൻ നല്ലതല്ലേ. നല്ല മധുരമാണ്. ജ്യൂസ് അടിക്കുക, ചിക്കു ജ്യൂസ്. തമിഴ്നാട്ടിലൊക്കെ ചെന്നെങ്കിൽ അവിടെയൊക്കെ ചിക്കു ജ്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട്
വെച്ചേക്കുന്ന കാണാം കടകളിലൊക്കെ. നല്ല മുഴുപ്പാണ്. ലിക്വിഡ് വളമാണ് നല്ല കൊടുത്താൽ പെട്ടെന്ന് വളരും. വിഷാമിനൊക്കെ ഞങ്ങൾ സ്പ്രേ ചെയ്തും നല്ലപോലെ വെള്ളം കൊടുക്കും. കമ്പ് മുറിച്ച് കൊടുത്തപ്പോൾ ധാരാളം ഉണ്ടായി. പക്ഷികൾ കൊത്തായിക്കുന്ന നെറ്റോ വലയൊക്കെ ഇട്ടാൽ മതി. വളം മിക്സായിട്ട് കൊടുത്താൽ മതി, എല്ലാ വളമോടെയും. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ നിറയെ ഉണ്ടാകുന്ന കാണാം, കൂടുതൽ കായേ. ഇതാണ് ബനാന സപ്പോട്ട. ഞങ്ങൾ കളപ്പ് പറ്റി നോർത്തിരിക്കുകയത്. അപ്പം വീഡിയോ കണ്ടപ്പം എല്ലാവരും ഇത് ബനാന സപ്പോർട്ടായിട്ട് ഇട്ടേക്കുന്നുണ്ട്. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.